ആരാണാവോ ഈ വിവരക്കേടൊക്കെ പടച്ചു വിട്ടത്? ആരായാലും ഫുട്ബോളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്തവരാണ്. എന്ത് മെസ്സി ലോകത്തിൻ്റെ നെറുകയിലെത്തിയത് ടാലൻ്റ് കൊണ്ടാണെന്നും ക്രിസ്ത്യാനോക്ക് അതില്ല ഹാർഡ് വർക്ക് ചെയ്തെത്തിയതാണെന്നും ഒക്കെ പറയുന്നില്ലേ? എന്തൊരു വിവരക്കേടാണത്. ഒരാൾക്ക് തീരെ ടാലൻ്റ് ഇല്ല, നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം ഫുട്ബോൾ ലോകത്തിൻ്റെ നെറുകയിലെത്തുമെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇവിടെ നിറയെ CR7മാരെ നമ്മൾ കാണേണ്ടതല്ലേ? അല്ല, ഒരാൾക്ക് നല്ല ടാലൻ്റ് ഉണ്ട്, അയാൾ ഒരു തരത്തിലും ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ ഫോണെ തോണ്ടിയിരിക്കും. അല്ലെങ്കിൽ കളി കിട്ടാന്ന് പറയുമ്പോൾ ബൂട്ടെടുത്ത് അങ്ങ് ഇറങ്ങിയിട്ട് ബാലൻഡിയോർ 8 വാങ്ങി കൂട്ടിയതാണ് മെസ്സി നിങ്ങൾ കരുതുന്നുണ്ടോ? രണ്ടുപേരും ടാലൻറ്റുമാണ്, രണ്ടുപേരും ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട്, രണ്ടും രണ്ട് തരത്തിലാണെന്ന് മാത്രം. പലവട്ടം നമ്മളിത് പല വീഡിയോകളിലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞതാണ്. കാരണം കുറേ ആളുകൾ ഇങ്ങനെ മൈക്കും കൊണ്ടുവരുമ്പോൾ മെസ്സി ഇതാണ്, ക്രിസ്ത്യാനോ ഇതാണ് എന്ന് പറയുന്ന കേൾക്കാറുണ്ട്. ഒരു ബന്ധവും ഇതിനെക്കുറിച്ചില്ല, ഫുട്ബോളിനെ കുറിച്ചില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് തന്നെ സാക്ഷാൽ കിലിൻ എംബാപ്പെ തൻ്റെ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ പറയുന്നു. അദ്ദേഹം പറയുന്നു മെസ്സി ടാലൻറ്റും പ്യുവർ ടാലൻറ്റും ക്രിസ്ത്യാനോ ഹാർഡ് വർക്കും എന്ന് പറയുമ്പോൾ ആ ഡിബേറ്റ് ആരുണ്ടാക്കിയതാണ്? ഫുട്ബോൾ കളിക്കാത്ത ആളുകൾ, ഫുട്ബോൾ എന്താണെന്ന് അറിയാത്തവർ പറഞ്ഞതാണെന്ന് എനിക്ക് ഉറപ്പാണ്. നോക്കുക, ഒരാൾ നല്ല ടാലൻ്റ് ഉണ്ട്, അയാൾ ഒരു ഹാർഡ് വർക്കും ചെയ്യുന്നില്ലെങ്കിൽ അയാൾക്കൊരു നേട്ടവും ഉണ്ടാക്കാൻ പറ്റില്ല. മെസ്സി ഡസൻ വർക്ക് ഹാർഡ് എന്നാണോ നിങ്ങൾ കരുതുന്നത്? അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു ടാലൻറ്റും ഇല്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? എല്ലാ ദിവസവും ബൂട്ടും കെട്ടി കളിക്കളത്തിലിറങ്ങിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ എത്ര വലിയ ടാലൻ്റ് ആണെങ്കിലും ഒരിടത്തിലേക്ക് എത്താൻ പറ്റൂ. എനിക്ക് മനസ്സിലാകാത്ത കാര്യം അതാണ്. എങ്ങനെ ഒരാൾക്ക് ഒരു ദിവസവും ട്രെയിൻ ചെയ്യാതെ ഇത്തരത്തിലെത്താൻ പറ്റുമെന്ന് ചിന്തിക്കാൻ പറ്റും? സോ ഞാൻ പറയുന്നത് രണ്ടുപേരും ടാലൻറ്റഡുമാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്നവരുമാണ്. അത് രണ്ട് രീതിയിലാണ്. രണ്ടുപേരും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.